അങ്ങനെ അവസാനം യുവാനും ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് അവിടെയൊക്കെ നോക്കുമ്പോഴാണ് അവളാണ് അവിടെ കാണത്തില്ല. ഇതേസമയം രൂക്ഷി അവളെ വിളിച്ചുകൊണ്ട് അവിടെ പ്രൊജക്ടർ റൂമിലേക്ക് പോകുമ്പോഴാണ് സിനിമ ആണെന്നാണ് വിളിച്ചെന്ന് പറഞ്ഞ് അവൾ ബോറടിച്ചിരിക്കും. അപ്പോഴാണ് അവനും സിനിമ തുടങ്ങില്ല, അതിനുമ്പ് ബോറടിച്ചല്ലേ, എങ്കിൽ പിന്നെ ഞാൻ പോവാ. എന്നിട്ട് അവൻ ഇറങ്ങാൻ നോക്കുമ്പം ഇവളാണ് അവനെ തടയും. എടാ ഞാൻ ചുമ്മാ ഞാൻ അതിന് സിനിമ കാണത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് അവളും പറയുമ്പം അവനാണ് സിനിമ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ് അവൾ നോക്കാൻ പറയും. അപ്പോഴാണ് ആ സ്ക്രീനിനകത്ത് ഇവളുടെ ബർത്ത്ഡേ എഡിറ്റ് ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുന്ന എല്ലാ ഫോട്ടോയ്ക്കകത്തും ഇവ മനഃപൂർവ്വം അവളൊരു പന്നിക്കുട്ടിയാണെന്നറിയാൻ വേണ്ടി പന്നിയുടെ മൂക്കെടുത്ത് അവൾക്ക് വച്ചു കൊടുക്കും. അങ്ങനെ അതൊക്കെ അവൻ കണ്ട് ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളാണ് എന്നെ മൊത്തം നാണം കെടുത്തിയോന്ന് അറിഞ്ഞ് അവൾ സന്തോഷിതെല്ലാം കണ്ടോണ്ടിരിക്കും. അതിനുശേഷം അവളും ഇതെപ്പോഴും എഡിറ്റ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ കുറെ ദിവസമായിട്ട് അവൻ ഈ ഗിഫ്റ്റ് റെഡി ആയിക്കൊണ്ടിരുന്നതെന്ന് പറയും. അതുകൊണ്ട് ഇതിന് എത്ര റേറ്റിംഗ് തരുമെന്ന് അവളോട് ചോദിക്കുമ്പോൾ വേണേ ജസ്റ്റ് പാസ് ആക്കി ഇടാന്ന് അവൾ ചിരിച്ചോണ്ട് പറയും. ഇത് കേട്ട് അവ ഷോക്കായിട്ട് ജസ്റ്റ് പാസോ, ഇത് എഡിറ്റ് ചെയ്യാൻ തന്നെ ഞാൻ കുറെ കഷ്ടപ്പെട്ട്, എനിക്കൊരു 90 മാർക്കെങ്കിലും വേണം. പിന്നെ ഞാൻ ഇപ്പൊ നിനക്ക് 90 മാർക്ക് ഇട്ടുതരാം, ഇതിനകത്ത് ഫുൾ നിന്നെ കളിയാക്കി ഇട്ടേക്കുന്നത്, എന്നിട്ട് ഞാൻ തന്നെ നിനക്ക് നല്ല മാർക്ക് ഇട്ടായിരുന്നു, അത് കൊള്ളാല്ല, ഞാൻ പാസ്സാക്കി തന്നെ വലിയ കാര്യം എന്ന് ഇവളും പറയുമ്പം അവനാണ് ദേഷ്യപ്പെടുന്ന പോലെ അങ്ങോട്ടങ്ങ് തിരിഞ്ഞിരിക്കും. അവനാണ് അവളെ കണ്ടിട്ട് എന്തോ വിഷമമായ, എങ്കിൽ പിന്നെ പോട്ട്, ഞാനൊരു 20 പോയിന്റും കൂടെ എക്സ്ട്രാ തരാം, ശരി ഒരു 90 അല്ലെങ്കിൽ 80. എന്നിന് അവളും പറയുമ്പോഴാണ് ഇവനാണ് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഇവൻ ഉണ്ടാക്കി മിൽക്ക് ടീ എടുത്ത് ഫ്രണ്ട് വയ്ക്കും. ഇനിയിപ്പോ ഇത് കഴിച്ചിട്ട് നീ പറ എനിക്ക് എത്ര മാർക്ക് തരുമെന്ന്, കാരണം ഇത് സ്പെഷ്യലാ, ഇത് എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ മിൽക്ക് ടീയാ. എന്നിന് അവന് കാണിച്ചോടെ ഇവളാണ് മൊത്തം ഇംപ്രസ് ആയി പോകും. രൂക്ഷി ഇതെനിക്ക് ഇഷ്ടപ്പെട്ട മിൽക്ക് ടീ ആണല്ലേ, ഇതെങ്ങനെ നീ ഉണ്ടാക്കിയ? എന്റെ പൊന്നു മോളെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ, ഇത് നിന്റെ ഫേവററ്റ് അല്ലേ, ഇപ്പൊ നീ എന്തോ പറയുന്നത്, എനിക്ക് ഫുൾ മാർക്ക് തരുന്നോ അല്ലേ ജസ്റ്റ് പാസേ ഉള്ളോ? എന്നിന് ഇവനും ചോദിക്കുമ്പോൾ അവൾക്കൊന്നും പറയാൻ പറ്റാതെ മൊത്തം സന്തോഷത്തിലാകും. അതേസമയം സ്കൂൾ കഴിഞ്ഞ് ലിന്നും മറ്റേ യുവാൻ കൊണ്ടുവന്ന് ചോക്ലേറ്റും കൈ പിടിച്ചോണ്ട് വീട്ടിലേ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്കാണ് ഇവളുടെ ചേട്ടനും വരും. എന്റെ പൊന്നു ലിന്ന്, ചേട്ടൻ വിളിച്ച് എന്താ ഫോൺ എടുക്കാത്ത, പൈസയുടെ അത്യാവശ്യമായിരുന്നല്ലേ. എന്നിന് ഇവൻ വന്ന ഉടനെ അവളാണ് മതി പേടിച്ചു പോകും. നീ എങ്ങനെയാണ് ഇവിടെ വന്ന്, ആ വാച്ച്മാൻ നിന്നെ വിടത്തില്ലല്ലേ? പിന്നെ ഇവിടത്തെ മതിൽ ചാടാനാണ് പാട്. ഹെടി നീ ടീച്ചറിനോട് എന്നെ കുറിച്ച് പറഞ്ഞ് എന്നെ കുറെ അടി വാങ്ങിപ്പിച്ചില്ല. എന്നിന് ഇവന് ദേഷ്യപ്പെടുമ്പോഴാണ് അവളാണ് പേടിച്ചിട്ട് ഞാനിന്ന് ടീച്ചറിനോട് കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. എന്നിന് ഇവളും പോകാൻ നോക്കുമ്പോൾ അവനാണ് പറഞ്ഞിട്ട് പിന്നെ നീ അല്ലാതെ വേറെ ആരാടി. എന്നിന് അവളുടെ ആയിരിക്കുന്ന ചോക്ലേറ്റ് എറിഞ്ഞ് പൊട്ടിക്കുമ്പോഴാണ് ഇവളാണ് അടുത്ത ചെന്ന് എടുക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവൻ ആ സമയം നോക്കി ഇവളെ തള്ളിയിട്ട് അവളുടെ ബാഗിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അറിയാതെ ഇവളുടെ കൈ ആ കുപ്പിച്ചലിനകത്ത് കുത്തി ഫുള്ള് ചോര വന്നോണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ അവിടെ നിന്ന് പിള്ളേരെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഇവൻ അവളുടെ ബാഗിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇനി മേലെ ടീച്ചറിനോടൊക്കെ വല്ലതും പറയാണ്, ഇതിനുമ്പ് ഇവളുടെ അഡ്രസ് ഒക്കെ പറഞ്ഞ് ഇവളെ ക്ലാസ് വെച്ച് നാണം കെടുത്തിയ പോലെ വീണ്ടും അവൻ ചെയ്യുന്ന പറയും. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാന്ന് ആ പരിപാടി ചെയ്ത് ഇവനാണെന്ന്. അങ്ങനെ അതോടെ അവളും ദേഷ്യത്തി കൈ ഫുള്ളും ചോരയോടെ ഈ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്കാണ് ഇവളുടെ റൂംമേറ്റ് വരും. ലിൻ അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ, ഞാൻ വേണേ ടീച്ചറിനോട് ചെന്ന് പറയട്ടെ. എന്നിന് ഇവള് കയറി ചെയ്യുമ്പം അവളാണ് ദേഷ്യപ്പെടും. ഒന്ന് പോടി ഇവിടുന്ന്, എനിക്കൊന്നും നിന്റെ സഹായം ആവശ്യമില്ല. എന്നിന് ഇവളും പിടിച്ച് തള്ളിയതോടെ അവളാണ് ദേഷ്യത്തി നിന്നെ സഹായിക്കാൻ വരുന്നേരം ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളുടെ റൂംമേറ്റ് ഹോസ്റ്റലിലേക്ക് ചെന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് ഇവളുടെ കാർഡ് കൊടുക്കും. ചേച്ചി ഈ കാർഡ് ഞാൻ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എപ്പം നോക്കിയാലും ബാലൻസ് ഇല്ലെന്നാ പറയുന്നത്, നിങ്ങൾ ഇതിന്റെ ഹിസ്റ്ററിയും ചെക്ക് ചെയ്ത് തരാമോ? എന്നിന് അവൾ ആ റെസിപ്റ്റ് വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന കഴിഞ്ഞ ആഴ്ച ഇവൾ ഹോസ്റ്റലിൽ ഇല്ലാത്തപ്പോഴും ആരും ഇവളുടെ കാർഡ് യൂസ് ചെയ്ത് പൈസ എടുത്തിട്ടുണ്ടെന്ന്. അതോടെ അവളാണ് കട്ടക്കലിപ്പാകും. അതിനുശേഷം ഇവിടെ രൂക്ഷി ഷൗമിയും കൂടെ തിരിച്ച് വീട്ടിലേ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളാണ് സിനിമ ഫുള്ളും കൊള്ളായിരുന്നു പറഞ്ഞ് ഇവന്റെ അടുത്ത് സംസാരിച്ചോണ്ട് വരും. അപ്പോഴാണ് അവന് പെട്ടെന്ന് അവളോട്, ഷൗമി ഞാൻ മുമ്പ് പറഞ്ഞ് നിനക്ക് ഓർമ്മയുണ്ടോ, നിനക്കൊരു റൈറ്റർ ആകാനല്ല ആഗ്രഹം, എങ്കിൽ പിന്നെ നീ എന്റെ കൂടെ തന്നെ ഫിലിം അക്കാഡമിയിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് പഠിച്ച് അവിടുന്ന് ഒരുമിച്ച് ഇറങ്ങാം, അതിനുശേഷം ഞാൻ സിനിമ ആക്ട് ചെയ്യുന്ന നിന്റെ കഥയിലായിരിക്കും. അതിന് അവനും പറയുമ്പം അവളാണ് സന്തോഷത്തി അതൊക്കെ നടക്കുമെന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കും. അപ്പോഴാണ് അവന് പെട്ടെന്ന് ഇത് ഞാൻ ഓക്കെ ആയിട്ട് കൂട്ടിക്കോളാം. ഏതിന് അവൻ അവിടുത്തെ മതിലിനകത്ത് ഞാൻ ഷൗമി ഉറപ്പായിട്ടും ഫിലിം അക്കാഡമി ഒരുമിച്ച് പഠിക്കുമെന്ന് ഒരു പ്രോമിസ് ആയിട്ട് അവൻ എഴുതി ഒട്ടിച്ചേക്കും. എന്നിട്ട് അവനും ഇതിൽ നിന്ന് പിന്മാറില്ലെന്ന് അവളോട് പറയുമ്പോഴാണ് അവളാണ് ചിരിച്ചോണ്ട് അതിന് ഞാൻ എപ്പോഴാ വരത്തില്ലെന്ന് പറഞ്ഞെന്ന് അവൾ പതിയെ പറയും. പക്ഷെ ഇതാണ് അവൻ കേട്ടിട്ട്, ഷൗമി നീ പറഞ്ഞു കേട്ട്, അപ്പൊ തീർച്ചയായും നമുക്ക് അവിടെ ഒരുമിച്ച് പഠിക്കാം, ഇന്ന് തന്നെ നിനക്ക് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ചുതരാം. എന്നിന് അവനെ സന്തോഷത്തി അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ രൂക്ഷി പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവളുടെ കൊടുക്കുമ്പോഴാണ് ഇവള് ഇതുകൊണ്ട് ഷോക്കായിട്ട് അപ്പൊ ഇന്നലെ രാത്രി ഫുള്ളും ഉറങ്ങില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും, ഷൗമി ഇത് ഞാൻ മുമ്പേ റെഡിയാക്കിയതാ, നീ വന്ന് സൈക്കിൾ ഇരി, നമുക്ക് ക്ലാസ്സിൽ പോവാം. എന്നിന് അവളെ ഇരുത്തി കൊണ്ടുപോകുമ്പോൾ അവളാണ് മൊത്തം സന്തോഷത്തിലാകും. അതിനുശേഷം ഇവരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ക്ലാസ്സിൽ പിള്ളേരൊക്കെ ലിന്നെ കുറിച്ച് എന്തോ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവരെന്തോ സംഭവം എന്ന് പറഞ്ഞ് മനസ്സിലാതിരിക്കുമ്പോഴാണ് ജിന്നാനെ രൂക്ഷയോട് സംസാരിക്കാൻ വേണ്ടി വരും. പക്ഷെ ഷൗമി അടുത്തിരിക്കുന്നിട്ട് പറയണോ വേണ്ടെന്ന് അവൻ ആലോചിക്കുമ്പോഴാണ് രൂക്ഷയും കാര്യം എന്തോന്ന് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും, ഷൗമി നേരെ തെറ്റിയിരിക്കല്ല, എല്ലാരും പറയുന്നത് നിന്റെ റൂംമേറ്റിന്റെ പൈസ എല്ലാം ലിൻ അടിച്ചു മാറ്റിയെന്ന്, അത് സത്യമാണോ? എന്നിന് ഇവളും ചോദിക്കുമ്പോൾ ഷൗമി ഇത് കേട്ട് ഷോക്കാകും. അപ്പോഴാണ് മറ്റോളും, ഷൗമി നീ വിശ്വസിച്ചില്ലെങ്കിൽ ഇതൊക്കെ സത്യ, കാരണം ഇന്നലെ ഞാൻ റിസിപ്റ്റ് എടുത്തേ ഉള്ളൂ, കഴിഞ്ഞ ആഴ്ച ആ ലിന്നല്ലാതെ വേറെ ആരും നമ്മുടെ റൂമിൽ ഇല്ലായിരുന്നു, പിന്നെ അതല്ലാതെ ഷൗവിയുടെ ഫേസ് ക്രീം തീർത്തത് അവളാ. എന്നിന് ഇവരൊക്കെ പറയുമ്പോഴാണ് എല്ലാവരും അപ്പൊ ലിൻ ഇത്രയ്ക്ക് മോശക്കാരിയായിരുന്നു പറഞ്ഞ് അവരൊക്കെ സംസാരിക്കാൻ തുടങ്ങും. ഇതോടെ ഷൗമിയാണ് പെട്ടെന്ന് വിഷമിച്ച് അവളെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവിടെ ലിന്നിന്റെ ക്ലാസ്സുള്ളവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഇന്നലെ പുറത്തൊരു പയ്യനായിട്ട് ലിൻ വഴക്കുണ്ടാക്കിയെന്ന്, ഒരേ ശവം വല്ലം ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞ് അവരൊക്കെ ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവന് വേണ്ടിയ ഇവൾ ഇവിടെ നിന്ന് സാധനങ്ങൾ കട്ടുകൊണ്ടുപോയി പൈസ ഉണ്ടാക്കുന്നതെന്നും അതേപോലെ ഇന്നലെ യുവാന്റെ ചോക്ലേറ്റ് എടുത്തുകൊണ്ട് പോയതും മറ്റവന് വേണ്ടിയാന്ന്
എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതോടെ ഇവളാണ് ദേഷ്യത്തി നിങ്ങളൊക്കെ ഒന്ന് നിർത്താവെന്ന് പറഞ്ഞ് അവരെ വഴക്കുറയുമ്പം ഇവളുമാരാണ് ദേഷ്യപ്പെടും. എന്തുപറ്റി, നീ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നിന്റെ ടെൻഷൻ ആവുന്നു എന്നിന് ഇവര് സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് യുവാൻ വരുന്നിട്ട്, യുവാൻ ഇന്നലെ നിന്റെ ബോട്ടിലെ കാണുന്നില്ലെന്ന് പറഞ്ഞില്ലേ, അത് മിക്കവാറും ഇവളാരും കട്ടെടുത്തുണ്ടോ എന്നിന് അവരെ കുറയുമ്പോഴാണ് ഇവളാണ് ദേഷ്യത്തി ഞാൻ ഇന്നലെ കട്ടെടുത്തെന്ന് പറഞ്ഞ് അവരോടൊക്കെ വഴക്കുണ്ടാക്കും. അപ്പോഴാണ് ഇവൾ എടുക്കുന്നുണ്ടാ കൊച്ചാണ് യുവാൻ പോയ സമയത്ത് അവളെ ബോട്ടിലെടുത്ത് ബാഗ് വെക്കുന്ന അവൾ കണ്ടായിരുന്നു പറയും. ഇത് കേട്ട് യുവാനാണ് മൊത്തം ഷോക്കാവും. അതേസമയം അവിടെയൊക്കെ നിന്ന് ലീയാണ്, ലിൻ നീ ഇങ്ങനത്തെ ഒരു വ്യക്തിയാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നീ മനഃപൂർവ്വം വീഴുന്ന, അല്ലാതെ അവൾ നിന്നെ പിടിച്ച് തള്ളിയിട്ടേല്ല. നീ എന്തിനാ വെറുതെ നാടകം കളിക്കുന്നത് എന്നിന് എല്ലാവരും കൂടെ അവളെ ചോദ്യം ചെയ്യുമ്പം അവളാണ് മൊത്തത്തിൽ പെട്ടുപോകും. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ലിന്നാണ് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും വീട്ടിൽ പോയത്. അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇവിടെ ഷൗമി മൊത്തത്തിൽ പേടിച്ചു പോയി രൂക്ഷി യുവാനും വിളിച്ചോണ്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവളുടെ വീട്ടിൽ വഴക്കടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മറ്റേ സ്കൂളിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി ഇവളും പറയുമ്പം അയാളാണ് ദേഷ്യത്തി അതിനിപ്പോൾ എന്തോന്ന് പറഞ്ഞ് ഇവളിട്ട് അടിക്കാൻ പോകും. അങ്ങനെ അവളുടെ അമ്മ എങ്ങനെ തടഞ്ഞു നിർത്തുമ്പോഴാണ് അയാൾ അവളുടെ അമ്മയായിട്ട് ഉപദ്രവിക്കുമ്പം അതേസമയം ഷൗമി അവിടേക്ക് വരും. നിങ്ങൾക്കൊരു അച്ഛനാണോ, അവളെ വല്ലതും ചെയ്താല ഏതെന്ന് ഇവൾ സപ്പോർട്ടിന് പോകുമ്പോഴാണ് അയാളാണ് ദേഷ്യത്തി നിങ്ങളൊക്കെ ആരാട്, ഇതെന്റെ വീടാ, അവളിങ്ങോട്ടേക്ക് പറഞ്ഞേക്ക് ഏതെന്ന് ഇയാളും ദേഷ്യത്തി അടിക്കാൻ പോകുമ്പോൾ രൂക്ഷി യുവാനും കൂടെ അങ്ങനെ തടഞ്ഞിരുത്തിയിട്ട് ഷൗമി അവളും വിളിച്ചോണ്ട് പോകാൻ പറയും. അങ്ങനെ അവളും വിളിച്ചോണ്ട് അവിടെ പോകുമ്പോഴാണ് ഷൗമിയാണ് ഇവൾ കുടിക്കാൻ വെള്ളം വേണം ചോദിക്കും. പക്ഷെ ഇവളാണ് കട്ട ദേഷ്യത്തി ഇപ്പൊ നിനക്ക് സമാധാനമായി കാണുമല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനെ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി കാണും. സത്യം ഞാൻ ദരിദ്രവാസിയാ, അതിനിപ്പോ എന്തുവാ നിങ്ങളിപ്പോ വിചാരിക്കുന്ന ഞാൻ ചെയ്തിട്ടിനൊക്കെ എനിക്ക് കിട്ടുന്ന പനിഷ്മെന്റ് ആയിട്ട് നിങ്ങൾ സന്തോഷപ്പെടുമല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും നീയൊക്കെ വിചാരിക്കുന്നത് എന്നിന് ഇവളും പറയുമ്പോഴാണ് രൂക്ഷയാണ് ഇത് കേട്ടിട്ട് എടി നീ എന്തോ വിചാരിച്ച, നീ ഇവിടെ താമസിക്കുന്ന കാര്യം ഞങ്ങൾക്ക് മുമ്പ് അറിയത്തില്ലെന്നാണ് എന്നിന് അവൻ ദേഷ്യപ്പെടുമ്പോൾ ഷൗമിയാനോ തടഞ്ഞിർത്തും. അപ്പോഴാണ് ഇത് കേട്ട് ലിന്നാണ് ഷോക്കായിട്ട് ഓ അപ്പൊ എന്നെ കുറിച്ച് സത്യത്തിൽ നിങ്ങൾക്ക് അറിയായിരുന്നല്ലേ, അതുകൊണ്ടാണല്ലേ ഷൗമി ഈ ഇടയ്ക്കായിട്ട് നിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയ, നീ എന്നോട് പാവം തോന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് അപ്പോഴേ ഇത് അറിയായിരുന്നു, ഇപ്പൊ നീ നിന്നെ കാണുമ്പോ തന്നെ വെറുപ്പ് തോന്നു എന്നിന് ഇവളും പറയുമ്പോഴാണ് ഷൗമി ഇത് കേട്ടിട്ട് ലിൻ നീ എന്നെ കുറിച്ച് ഇത്രയ്ക്ക് മനസ്സിലാക്കിയുള്ളൂ എന്നിന് അവളും പറഞ്ഞ ഉടനെ ലിന്നാണ് ദേഷ്യത്തി പിന്നെ എന്തോ നിന്നെ കുറിച്ച് പറയണ്ട, എല്ലാരും നിന്നെ തന്നെ നോക്കാൻ വേണ്ടി നീ എന്നോട് പാവപ്പെട്ട പോലെ ആക്ട് ചെയ്യുന്ന എനിക്കറിയാം എന്നിന് ഇവളും പറഞ്ഞ ഉടനെ ഷൗമിക്കാണ് ദേഷ്യം വരും. എടി ഇപ്പൊ നീ പറയുന്നേക്ക് നിന്നെ കുറിച്ചാ, ഞാൻ സീരിയസ് ആയിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഞാൻ നിന്നെ കണ്ട, പക്ഷെ നീ ഇങ്ങനത്തെ ഒരു വ്യക്തിയ സ്ഥിതിക്ക് നിന്റെ കൂടെ ഫ്രണ്ട് ആയത് തന്നെ എനിക്ക് മോശമായിട്ട് ഫീൽ ആണ് എന്നിന് അവൾ വിഷമിച്ചിരിക്കുന്നുണ്ട്. രൂക്ഷി അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഇവളാണ് പറയുന്ന വഴക്കുണ്ടാക്കാൻ പോകും. പക്ഷെ യുവാനായിരിക്കും അവളെ തടഞ്ഞ് സമാധാനപ്പെടുത്തുന്നത്. അതിനെ ഇവളും കരഞ്ഞോണ്ട് എന്റെ ഫാമിലി ഇങ്ങനെ ആയിപ്പോ ഇത് എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവളും കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് യുവാൻ അവളോട് പറയും ലിൻ നീ വിചാരിക്കുന്ന പോലെ ഞങ്ങളൊക്കെ ഷൗമിയുടെ ഫ്രണ്ട് ആകാൻ കാരണം അവൾ അന്തസ് കണ്ടിട്ടൊന്നുമല്ല, അവളുടെ ക്യാരക്ടർ കണ്ടിട്ട്, അത് നീ ആദ്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ എല്ലാവരും തെറ്റ് ചെയ്യും, പക്ഷെ അത് തെറ്റ് മനസ്സിലാക്കി നമ്മളെ തന്നെ മാറ്റിക്കണം, അല്ലെങ്കിൽ അവസാനം നമ്മൾ തന്നെ കഷ്ടപ്പെടേണ്ടി വരും എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും കരഞ്ഞോണ്ട് യുവാൻ ഞാൻ ചെയ്യുന്ന തെറ്റാന്ന് എനിക്കും അറിയാം, പക്ഷെ എന്നെ കുറിച്ച് സത്യം അറിഞ്ഞ ശേഷം എല്ലാരും എന്തോ ചെയ്യാൻ പോകുന്നത്, എന്നെ ഒരാളായിട്ട് പോലും കണക്ക് കൂട്ടത്തില്ല, അവരുടെ മൈൻഡ് ഫുള്ളും എന്നെ ചീപ്പായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ലിൻ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാ, അതുകൊണ്ട് ബാക്കിയുള്ളവർ എന്ത് പറയുന്നു വിചാരിച്ച് നീ പേടിക്കാതെ നീ സത്യസന്ധതയോടെ നിനക്ക് വേണ്ടി ജീവിക്ക്, നിന്റെ ലൈഫ് ഹാപ്പി ആയിരിക്കും എന്നിന് അവളെ ആശ്വാസപ്പെടുത്തി കുടിക്കാൻ വേണ്ടി വെള്ളം വാങ്ങിച്ചു കൊടുക്കും. അതിനുശേഷം അടുത്ത ദിവസം ലിന്നെ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് യുവാൻ പറഞ്ഞിട്ട് ഇവള് മനസ്സ് മാറി ഷൗമിയോട് സോറി അയക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവളെ കണ്ട് കുറച്ച് പിള്ളേരൊക്കെ ലിന്ന് കാണാൻ മാത്രം ഇങ്ങനെയുള്ളു, പക്ഷെ അവളുടെ സ്വഭാവം മൊത്തത്തിൽ മോശമാന്ന് അവരൊക്കെ പരദൂഷണം പറയും. ഇത് കേട്ട് ഷൗമിയാണ് അവളെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറയാൻ നിങ്ങൾ പോയി ജോലിയൊക്കെ എന്ന് പറഞ്ഞ് ഇവൾ ഇപ്പോഴും ലിന്നെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് അവൾ വരും ഷൗമി നീ എന്തിനാ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്, അവൾ നിന്റെ റൂംമേറ്റിന്റെ സാധനങ്ങളെ കട്ടുണ്ടോ ഇല്ല, നിങ്ങൾ കണ്ടായിരുന്നു അവൾ കട്ടെടുക്കുന്നത്, ചുമ്മാ നിങ്ങൾ കാണാതെ പറയില്ലേ, ആദ്യം ഇവളോട് സോറി ചെയ്യിക്കും എന്നിന് ഇവളും ദേഷ്യപ്പെടുമ്പം ലിന്നാണ് അവൾ തടഞ്ഞു നിർത്തും. ഷൗമി പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ, എന്തായാലും അതല്ലേ സത്യം, താങ്ക്സ് നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ എനിക്ക് നിന്നോട് സോറി ചെയ്യിക്കണം എന്നിന് ഇവളും പറയുമ്പോഴാണ് ഷൗമി വിഷമിച്ചിട്ട് ലിൻ അതൊന്നും കുഴപ്പമില്ല, ഇനി ഫ്യൂച്ചറിൽ നിന്നെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിന്റെ കൂടെ കാണും, ഞാൻ അവരാരും വെറുതെ കിടത്തില്ല എന്നിന് ഇവളും പറയുമ്പോഴാണ് അവളും ഷൗമി നീ കൂടെ ഉള്ളപ്പം പിന്നെ എനിക്കെന്തോ പേടി എന്നിന് അവര് വീണ്ടും പഴയതുപോലെ ഫ്രണ്ട്സ് ആകും. അതേസമയം സാർ ഇവരെ പിടിച്ച് വഴക്കുറയും, ഇന്നലെ ക്ലാസ് കട്ടാക്കിയിട്ട് ഇവർ സ്കൂളിൽ നിന്ന് പോയതിന്. അപ്പോഴാണ് ഷൗമിയും സാർ നിങ്ങൾ ഇവരൊക്കെ ഒന്ന് വഴക്കുറയണ്ട, ഞാൻ കാരണം ഇവർ ക്ലാസ് കട്ടടിച്ച് ഞാൻ കുറച്ച് വിഷമത്തിലായിരുന്നു, അതുകൊണ്ട് എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടിയാ ഇവരൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നിന് ഇവളും പറയുമ്പോഴാണ് സാറും നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടെങ്കിൽ ഞങ്ങളൊന്നും സംസാരിക്കും, പിന്നെ എന്തിനാ ഇവിടെ സാറ് ടീച്ചർമാരൊക്കെ ഉള്ള എന്നിനെ മാത്സ് സാറും ദേഷ്യപ്പെടുമ്പോഴാണ് ഇവരുടെ ക്ലാസ് ടീച്ചറാണ് സാർ അവരെ വെറുതെ ഇട്ടേക്ക്, അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കില്ല, എന്തായാലും പിള്ളേർക്കൊക്കെ നോർമലായിട്ട് കുറച്ച് ടെൻഷനൊക്കെ കാണും, പക്ഷെ ഇനി ഇതുപോലെ ഉണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ മതി എന്നിന് അവരൊക്കെ പറഞ്ഞേക്കും. അപ്പോഴാണ് അവരുടെ ക്ലാസ് ടീച്ചറും ഷൗമി രൂക്ഷയും മാത്രം അവിടെ നിൽക്കാൻ പറയുന്നത്. അതിനെ ശിവരണ്ടും പുറത്ത് വെച്ച് അവരണ്ടിനും മാത്രം നിൽക്കാൻ പറഞ്ഞെന്ന് യുവാനും ലിന്നും കൂടെ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് അവരും വരും. ലിൻ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞ് അടുത്ത മാസം നമ്മുടെ സ്കൂൾ ഫെസ്റ്റിവലിന് ഒരു ഡ്രാമ പ്ലേ ചെയ്യാൻ, അതിന് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാനാ പറഞ്ഞു എന്നിന് ഇവളും പറയുമ്പോഴാണ് ലിന്നാണ് ഷോക്കായിട്ട് ഓ ഡ്രാമയോ എങ്കിൽ പിന്നെ എനിക്ക് ആക്ട് ചെയ്യണമെന്നുണ്ട്, എനിക്കും ചേരാൻ പറ്റുമോ എന്നിന് ഇവളും ചോദിക്കുമ്പോൾ
രൂഷിക്കാണ് ഇത് ഒട്ടും തന്നെ സഹിക്കത്തില്ല. അപ്പരാണ് യുവാനും, ഓലിൻ നമ്മൾ വേറെ ക്ലാസ്സിലല്ലേ, നമ്മളെ സാർ ഇങ്ങനത്തെ പരിപാടിയിലൊന്നും താല്പര്യമില്ല, ചുമ്മാരല്ലേ ഒരാൾ വിളിച്ച് പാട്ട് പാടാൻ മാത്രം പറയുന്ന തോന്നുന്നു. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ലിന്നാണ് ഇത് കേട്ട്, എങ്കിൽ പിന്നെ നമ്മുടെ 2 ക്ലാസ്സും കൂടെ ഡ്രാമ ആക്ട് ചെയ്തല്ലോ, പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം, യുവാൻ നീ എന്താ പറയുന്നത്? എന്നിനെ ഷൗമി അവളും കൂടെ ചോദിക്കുമ്പോഴാണ് അവനാണ് ഷൗമിയെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് 2 ക്ലാസ്സും കൂടെ ആക്ട് ചെയ്യാണ്, ഇവൾക്ക് കഥ കുറെ എഴുതേണ്ടി വരും പറയും. പക്ഷെ ഷൗമി അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ ആക്ട് ചെയ്യാണ്, അവൾ കഥ എഴുതാന്ന് പറയും. അപ്പരാണ് ലിന്നും എന്തായാലും നമ്മൾ +2 കയറാൻ പോകുന്നുണ്ട്, ഇപ്പോഴേക്ക് അടിച്ച് പൊളിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. ഇത് കേൾക്കുന്ന രൂക്ഷയാണ്, ഇവളുടെ ആക്ടിംഗ് ഒക്കെ പക്ക ബോറെന്ന് പറഞ്ഞ് അവനൊറ്റയ്ക്ക് ദേഷ്യത്തിരിക്കും. അതിനുശേഷം ഷൗമി ഡ്രാമയ്ക്ക് വേണ്ടി കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്കാണ് എന്തോ എഴുതണമെന്ന് ഒരു പിടിയില്ല. അപ്പരാണ് ഇത് മനസ്സിലാക്കിയ രൂക്ഷ്യം ഇവൾക്ക് കുറച്ച് ഐഡിയ കിട്ടാൻ വേണ്ടി അവൻ അടുത്തിരുന്ന് പാട്ട് പാടിത്തരാൻ പറയും. അങ്ങനെ ഇവൻ പാട്ട് പാടും തോറും അവൾക്കാണ് കുറച്ച് ഐഡിയ കിട്ടി ആ ഡ്രാമയ്ക്ക് വേണ്ടി കഥയൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പരാണ് അവൻ അടുത്തേക്ക് വന്നിട്ട്, ഷൗമി നിനക്ക് ഇവിടെ തന്നെ ഇരുന്ന കൂടുതൽ ഐഡിയ ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ട് എന്റെ കൂടെ പുറത്തേക്കാ, നമുക്കൊരു സ്ഥലം വരെ പോകാം. എന്നിട്ട് ഇവനും വിളിക്കുമ്പോഴാണ് അവളാണ് യുവാനും ലിന്നും കൂടെ വിളിക്കാന്ന് പറഞ്ഞ് അവരെയും വിളിച്ചോണ്ട് വരും. ഇതോടെ രൂക്ഷിക്കാണ് കുറച്ച് ജലസായിരിക്കുക, കാരണം ലിന്നിനെ വിളിച്ചോണ്ടെന്ന പിന്നെ അവളുടെ കൂടെ ആയിരിക്കും സെൽഫി. ഇത് കണ്ട് രൂക്ഷ അടുത്തേക്ക് ചെന്ന്, നിന്നെ പുറത്ത് വിളിച്ചോണ്ടെന്ന് എന്റെ കൂടെ സെൽഫി എടുക്കത്തില്ലെന്ന് അവളുടെ കൂടെ എടുക്കുമ്പം ലിന്നാണെ മാറിപ്പോകും. അതിനുശേഷം അവളും യുവാന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പം അതേസമയം ഷൗമി ഇവരെ വിളിച്ച് ഇവർ 4 പേരും കൂടെ ഫോട്ടോ എടുക്കും. അതിനുശേഷം ഇവരും ബോട്ടിങ് പോകാൻ വേണ്ടി നോക്കുമ്പം അവിടെ ആരും കാണത്തില്ല. അതുകൊണ്ട് വന്നതപ്പോൾ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇവരൊക്കെ വിഷമിച്ചിരിക്കുമ്പം യുവാനാണ് ഒരു ബോട്ട് മാത്രം ഓപ്പൺ ചെയ്തിരിക്കാന്ന് പറയും. അതുകൊണ്ട് അങ്ങേര് തിരിച്ചവരാണ് നമ്മൾ വന്നിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞ് ഇവരെല്ലാം ആ ബോട്ട് എടുത്തുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ അവരൊക്കെ അടിച്ചു കളിക്കുമ്പോഴാണ് ഷൗമി രൂക്ഷയും കൂടെ പരസ്പരം വെള്ളം അടിച്ച് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് ലിന്നും യുവാന്റെ ദേഹത്ത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി അവളിങ്ങനെ കൈയെടുത്ത് വയ്ക്കുമ്പോഴാണ് ഇത് കണ്ട് യുവാനാണ് ഷോക്കായി പോകും. അതിനുശേഷം ഇത് കണ്ട് അവരെണ്ടും കൂടെ ഞങ്ങൾ മാത്രം നനഞ്ഞാൽ പോലെ നിറഞ്ഞ് ഇവരെല്ലാരും കൂടെ കുളിക്കും. അപ്പോഴാണ് ഇവരിങ്ങനെ സന്തോഷത്തിൽ കളിച്ചോണ്ടിരിക്കുന്ന അവിടുത്തെ സെക്യൂരിറ്റിയും കണ്ട് ഇവരങ്ങ് പുറത്തേക്ക് വിളിക്കും. അപ്പോഴാണ് ഇവർ അയാളോട്, സോറി ചേട്ടാ, ഞങ്ങൾ പൈസ കൊടുത്തിട്ട് കയറാൻ നോക്കിയത്, പക്ഷെ ഇവിടെ ആരില്ലായിരുന്നു, ഇപ്പം വേണേ ഞങ്ങൾ പൈസ തരാം. എന്നിന് ഇവരും പറയുമ്പം അയാളാണ് ദേഷ്യത്തിൽ ഇന്നല്ലേലും ക്ലോസ് ഇടാന്ന് പറഞ്ഞ് അവരെയൊക്കെ വഴക്ക് പറയും. അതുകൊണ്ട് ഇവർ സ്കൂളിൽ വിളിച്ച് പറയാൻ പോകുന്ന പറയുമ്പം അവന്മാരാണ് മൊത്തത്തിൽ പേടിച്ച് പോയി പനിഷ്മെന്റ് ആയിട്ട് ഈ പാർക്ക് ഫുള്ളും ക്ലീൻ ചെയ്യാന്ന് അയാളോട് ചോദിക്കുമ്പം അയാൾക്ക് ചിരി വന്നിട്ട് എങ്കിൽ പിന്നെ പനിഷ്മെന്റ് ആയിട്ട് പോയി പാർക്ക് ക്ലീൻ ചെയ്യുന്ന അവരെ അങ്ങ് പറഞ്ഞയക്കും. അങ്ങനെ ഇവരെ കോല സൈഡ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലിന്നാണ് പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഷൗമിയും, ഓ ലിൻ ഞാൻ കാരണം നീയും ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വന്നില്ല, ഇങ്ങോട്ട് ഞാൻ ക്ലീൻ ചെയ്തോളാം. എന്ന് ഇവള് വാങ്ങിക്കാൻ നോക്കുമ്പോഴാണ് അവളൊന്നും കുഴപ്പമില്ലെന്ന് പറയും. കാരണം യുവാന്റെ കൂടെ കറങ്ങാൻ പറ്റിയത് ഇവൾക്ക് ഇപ്പൊ സന്തോഷമുണ്ട്. അപ്പോഴാണ് രൂക്ഷ അവിടേക്ക് വന്നിട്ട് ഷൗമി ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവളുടെ അങ്ങ് വാങ്ങിച്ചോണ്ട് പോകും. അതിനെ ഇവളും പറയും ചെന്ന് ഞാനിന്ന് ക്ഷീണിച്ചില്ലെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് തർക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ യുവാനാണ് ഇവളാ ബോട്ട് വെച്ച് ഇവനോട് കുറച്ച് കെയർ കാണിച്ചോണ്ട് ഇവനടുത്ത് ചെന്ന് ക്ലീൻ ചെയ്യാന്ന് പറയും. അപ്പോഴാണ് അവളും അവളൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കും. ഇതേ സമയം ഷൗമിയും അവന്റെ അടുത്ത് നിന്ന് ആ വേസ്റ്റ് വാങ്ങിച്ചിട്ട് ഇവൾ പുറത്തേക്കൊന്ന് ഡ്രാമ എഴുതാനാണെങ്കിലും ഇതുവരെ ആ പണി ചെയ്തില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഡ്രാമ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആ സമയം നോക്കി രൂക്ഷിയും ഹാർട്ട് ഷേപ്പ് ഒരു ഇല ഇരിക്കുന്ന കാണുന്നത്. ഇതോടെ അവൻ അതെടുത്തോണ്ട് ഇവളുടെ അടുത്തേക്ക് ഓടി വരും. ഷൗമി, അന്ന് ഞാൻ ആക്ടിങ്ങിന് പോയപ്പോ ഒരു ഹാർട്ട് ഷേപ്പ് നീ എനിക്കന്ന് ചെയർ ചെയ്ത്, അതേപോലെ ഇപ്പൊ ഞാൻ നിനക്കന്ന് നിന്നെ ചെയർ ചെയ്യുന്നു. എന്നിന് അവനും പറഞ്ഞോടെ അവളും അതേ സന്തോഷത്തിലാകും. അതിനുശേഷം ഇവിടെ യുവാനും അവളും കൂടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ ലിന്നാണ് അവൻ ഇഷ്ടമെന്ന് പറയാൻ വരും. അപ്പോഴാണ് അവിടേക്ക് ഷൗമി രൂക്ഷിയും കൂടെ വരുന്നത്. നിങ്ങൾ കുടിക്കാൻ വെള്ളമാണോ, ഇവിടെ അടുത്ത് കടയുണ്ട്. എന്നിനെ ഷൗമി ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് രൂക്ഷിക്ക് വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരും. അങ്ങനെ അത് അവൻ സംസാരിച്ചോടെ അവൻ മൊത്തത്തിൽ ഇവിടെ ടെൻഷനായി. അപ്പോഴാണ് ഇത് കണ്ട് ഇവരെല്ലാരും കൂടെ എന്തോ രൂക്ഷി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിനെ ഷൗമി ചോദിക്കുമ്പോഴാണ് അവനും ഒന്നുമില്ല, എന്റെ അമ്മയ്ക്ക് വയ്യെന്ന് തോന്നുന്നു, ഞാനെങ്കിൽ പിന്നെ വീട്ടിൽ പോവാ, സോറി ഷൗമിനെ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റത്തില്ല. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും, അതൊന്നും കുഴപ്പമില്ല, നീ ആദ്യം പോയി നിന്റെ അമ്മയെ നോക്ക്, ഞങ്ങളൊക്കെ ഇത് ക്ലീൻ ചെയ്തോളാം. എന്നിന് അവരെയൊക്കെ അവനെ പറഞ്ഞേക്കും. അതിനുശേഷം അടുത്ത ദിവസം രൂക്ഷയാണ് ക്ലാസ് വരത്തില്ല. അങ്ങനെ ഇതുകൊണ്ട് ഇവള് കുറച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ജിന്നാനെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ഷൗമി അവൻ ഇതുവരെ ക്ലാസ്സിൽ വന്നില്ലല്ലോ. എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, ഞാൻ ഇന്നലെ അവനെ മെസ്സേജ് അയച്ചായിരുന്നു, അവന്റെ അമ്മയ്ക്കൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ്, പക്ഷെ രാവിലോട്ട് വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. എന്നിന് ഇവള് വിഷമിക്കുമ്പോഴാണ് അവനും, എടാ ദ്രോഹി, ഇന്നലെ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ച് നീ എനിക്ക് റിപ്ലൈ ചെയ്തല്ലോ. എന്നിന് അവനും പറഞ്ഞാണ് സീറ്റിലേക്ക് ചെന്നിരിക്കുമ്പോഴാണ് ഷൗമിയാണ് ക്ലാസ് സമയത്തും രൂക്ഷി ഫോൺ എടുക്കാത്തോണ്ട് അവന് മെസ്സേജ് അയച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവർ ഇംഗ്ലീഷ് സാറും ഷൗമിയെ വിളിക്കുമ്പം അവളാണ് ഇതൊന്നും കേൾക്കാതെ മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഷൗവി അവൾ വിളിച്ചു പറയാൻ നോക്കുമ്പോൾ സാറാണ് അതിന് അവളുടെ അടുത്തേക്ക് വരും. ഷൗമി +2 ആകാൻ പോവാ, ഇപ്പോഴും ക്ലാസ് സമയത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, അതിങ്ങെടുത്ത്. എന്നിനെ സാർ അവളുടെ അടുത്ത് വാങ്ങിച്ചു വെച്ചിട്ട് ഇവള് പുറത്തേക്ക് നിൽക്കാൻ പറയും. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് അവൾ പുറത്തേക്ക് നിൽക്കാൻ പക്ഷെ ഫോൺ തരാൻ ചോദിക്കുമ്പോൾ സാർ അവള് വഴക്കുറഞ്ഞ് പുറത്തേക്കാക്കും. അതിനുശേഷം ഇവളും രൂക്ഷോർത്ത് വിഷമിച്ച് മൊത്തത്തിൽ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് അവളും പെട്ടെന്ന് രൂക്ഷ ഫോൺ വിളിക്കാൻ വേണ്ടി ഓടിപ്പോകുമ്പോഴാണ് ഇത് കണ്ട് സാറാണ് ദേഷ്യപ്പെടും. പക്ഷെ അവളാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തിരിക്കുന്ന ടെലിഫോൺ ബൂത്ത് യൂസ് ചെയ്ത് ഇവള് കുറെ പ്രാവശ്യം അവന് ഫോൺ വിളിച്ചു നോക്കും. പക്ഷെ അവസാനം വരെ ആ ഫോൺ എടുക്കത്തേ ഇല്ല. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനുശേഷം എന്താ സംഭവിക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. Shiv Edits.